വാർത്തകൾ വിശദമായി. കുട്ടമ്പുഴയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നു. 6ാം വാർഡ് മെമ്പർ ഗോപി ഭദ്രനാണ് CPMൽ നിന്നും കോൺഗ്രസിലെത്തിയത്. ആദിവാസി വിഭാഗത്തോട് പാർട്ടി പുലർത്തുന്ന അവഗണനയിലും ബ്ലാവനപ്പാലം യാഥാർത്ഥ്യമാക്കാത്തതിലുമുള്ള പ്രതിഷേധമാണ് പാർട്ടി വിടാൻ കാരണമെന്ന് ഗോപി ഭദ്രൻ പറയുന്നു. CPMന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. UDF ആണ് പഞ്ചായത്തിൽ ഭരണം നടത്തുന്നത്. കുട്ടമ്പുഴ പഞ്ചായത്തിൽ പട്ടികവർഗ സംവരണ വാർഡായ കല്ലേലിമേട്ടിൽ നിന്നുള്ള മെമ്പറാണ് ഗോപി ഭദ്രൻ. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഗോപി ഭദ്രൻ CPMന് തിരിച്ചടി നൽകിയാണ് കോൺഗ്രസിലെത്തിയിരിക്കുന്നത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൽ നിന്നും അദ്ദേഹം മെമ്പർഷിപ്പ് സ്വീകരിച്ചു. 30 വർഷത്തെ ബന്ധം ഉപേക്ഷിച്ച് പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നതായി കാണിച്ച് ഗോപി ഭദ്രൻ നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. ആദിവാസി വിഭാഗത്തോടുള്ള പാർട്ടിയുടെ അവഗണനയും വാർഡിന്റെ ആവശ്യങ്ങളും പരാതികളും പരിഹരിക്കാൻ നടപടിയെടുക്കാത്തതുമാണ് പാർട്ടി വിടാൻ കാരണമെന്നാണ് രാജിക്കത്തിൽ പറയുന്നത്. ഇനി മുതൽ കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ ചേർന്ന ഗോപി ഭദ്രനെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PP ജോഷിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ, സൽമ ഫരീദ്, KACB, EC റോയി, എൽദോസ് ബേബി, KS സനൂപ്, മേരി കുര്യാക്കോസ്, ബിൻസി മോഹനൻ, രേഖ രാജു, അല്ലി കൊച്ചലങ്കാരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗോപി ഭദ്രൻ കൂടി എത്തിയതോടെ 17 അംഗ പഞ്ചായത്ത് കമ്മിറ്റിയിൽ UDFന്റെ അംഗബലം 11ആയി ഉയർന്നു. കോൺഗ്രസിന് 9ഉം മുസ്ലിം ലീഗിന് 1 അംഗവുമാണ് ഉണ്ടായിരുന്നത്. കോൺഗ്രസിന് 1 വർദ്ധിച്ചപ്പോൾ CPMനും LDFനും അംഗസംഖ്യയിൽ കുറവുണ്ടായി. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള 3 മെമ്പർമാരാണ് പഞ്ചായത്ത് കമ്മിറ്റിയിലുള്ളത്. ഇതിൽ 2 പേരും ഇപ്പോൾ UDF പക്ഷത്തായി. പട്ടികവർഗ വിഭാഗത്തിന് പ്രസിഡന്റ് സ്ഥാനം സംവരണം ചെയ്തിട്ടുള്ള പഞ്ചായത്തിൽ UDFലുള്ള ഏക അംഗമെന്ന നിലയിലാണ് കാന്തി വെള്ളക്കയ്യൻ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയത്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ഗോപി ഭദ്രന് കൂറുമാറ്റ നിരോധന നിയമം ബാധകമായേക്കും. അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് CPM തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചേക്കും. അയോഗ്യനാക്കിയാലും പൊതു തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല. GTV ന്യൂസ്, കോതമംഗലം.